ഞാനിപ്പോൾ രണ്ട് പദ്ധതികളാണ് ചെയ്യുന്നത്. ഒന്ന്, ദേവീകോത്സവത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ദേവീകന്റെ കുടുംബത്തിലെ ഒരു അംഗമെന്ന നിലയിൽ ഞാനിവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ കാണാനാകാത്ത ദുഃഖം എന്നെ കഴിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 23 വർഷമായിട്ട് ഞാനും ദേവീകന്റെ കുടുംബവും ഒരു പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത നിലയിലുള്ള സുഹൃബന്ധം, ആത്മീയബന്ധം, കുടുംബബന്ധം ആ നിലകളിൽ സഹകരിക്കുന്നതായ അവസരം ഭർത്താവ് എന്ന ജീവിതത്തിനായി ഞാൻ എന്താണ് പറയുന്നതിൻ്റെ വാക്കുകൾ എനിക്ക് പറയുവാനായിട്ട് ഒന്നുമിലേക്ക് കഴിയുന്നില്ല. കാരണം ജൂൺ മാസം 1-ാം തീയതി വൈകിട്ട് 5 മണി മുതൽ 6:30 മണി വരെ ഒരുമിച്ച് ലോകത്തിൽ അനേക കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ടിരിക്കുകയാണ്. എനിക്ക് സ്വന്തമായിട്ട് കഴിച്ച കാത്തുണ്ടായി തന്നു, അത് കഴിച്ചു. ഒത്തിരി 1.5 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. എന്നാൽ അടുത്ത 1-ാം തീയതിക്ക് മുമ്പ് ഇങ്ങനെയുള്ളതായ ഒരു അനുഭവത്തിൽ കണ്ടുവരുന്ന എത്രത്തോളം എനിക്ക് വിചാരിക്കില്ല. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഈ വാർത്ത കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ ഭാരമുണ്ടായി, വളരെ ദുഃഖമുണ്ടായി. ആ അനുഭവത്തിൽ ഞാൻ നിരവധിയായിരിക്കുന്നു. എനിക്ക് ദൃഢമായിട്ടൊന്നും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദേവനെ സംബന്ധിച്ച് പറയുമ്പോൾ ദേവനെ ഒരു നല്ല ആത്മീയമായിട്ടുള്ള ഉപദേശമായിരുന്നു. കുടുംബജീവിതത്തിന് ആവശ്യമായ ഉപദേശങ്ങൾക്കാണ് വ്യക്തിയായിരുന്നു. ശുശ്രൂഷ മേഖലകളിൽ ആവശ്യമായ ആലോചന നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിൽ പല നിലകളിൽ സഹകരിക്കുന്ന ഒരു വ്യക്തിയിൽ ഒരു കുടുംബമായി നിർവഹിക്കാനുള്ളത് എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഇത് എൻ്റെ ഹൃദയത്തെ വളരെ ദുഃഖകരമായി ബാധിക്കുന്നവരുടെയാലും അപ്പുറത്തെ പറയുമ്പോൾ വിട്ടുവരിക ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന അത്യുത്തമമല്ലോ. ആ അത്യുത്തമ പദവിയിൽ എത്തിച്ചേരുവാൻ ദൈവത്തിനിടയാക്കുന്ന ഞാൻ കാണുന്ന ഒറ്റ വിഷയം, മരണത്തെ വളരെ സന്തോഷത്തോടുകൂടെ കാത്തിരുന്നതായ ഒരു വ്യക്തിയെന്ന് എനിക്ക് ദൈവം കഴിയുന്നുള്ളൂ. കാരണം നമ്മുടെ ശരീരത്തിൻ്റെതായ ക്ഷീണാവസ്ഥ, ലോകത്തിൻ്റെതായ അവസ്ഥകളൊക്കെ തന്നെ ഭരിക്കുമ്പോഴും സംസാരിക്കുന്ന സമയത്ത് വളരെ പ്രത്യാശയോടുകൂടെ കാത്തിരുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു. ഈ അവസരത്തിൽ ദേവീകോത്സവത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം ജീവിതത്തിൻ്റെ സാന്ത്വനപ്പെടുന്നതിന് വേണ്ടിയിട്ട് KC ജോസഫ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടർ, കഴിഞ്ഞ ആളുകൾ പ്രവർത്തിക്കുന്ന സഹോദരന്മാർ എല്ലാവരും ഇവിടെ കടന്നുവരാനിടയായി. കുടുംബത്തിൻ്റെ ദുഃഖവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദുഃഖവും അറിയിച്ചുകൊണ്ട് ദുഃഖത്തിലേക്ക് കുടുംബാലയെ ആശ്വസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഗ്ദാനം ചെയ്തിരുന്നു. ദൈവമായ പ്രാർത്ഥന ചെയ്തു. നമ്മുടെ പ്രിയയായ MLA വന്നിട്ടുണ്ട്. വളരെ കുറവാണ്. എങ്കിലും ഞങ്ങളുടെ ചില വാക്കുകൾ കേൾക്കാൻ നമുക്കെല്ലാം താല്പര്യമുണ്ട്. ഇവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അറിയിക്കുകയാണ്. Thank you.
പ്രമാണം ചെയ്യുന്നു. അനുഷ്ഠാനം അറിയിച്ചു കഴിഞ്ഞു. ഇനി ഒരളവിൽ ഉള്ളവരെല്ലാം കുടുംബാംഗങ്ങളാണ്. സമിതിയോട് ബന്ധപ്പെട്ടും SBS പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടും ചില വാക്കുകൾ പറയുവാൻ തീർച്ചയായിട്ടും ക്ഷണിക്കുന്നു. എൻ്റെ അനന്തരവനായതുകൊണ്ട് ായി 1 minute for somebody and 1 minute for SBS. You will take only 2 minutes. പ്രിയമായി ആത്മീയമായും ഭൗതികമായും ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കൂടാതെ എൻ്റെ അമ്മയുടെ സഹപാഠിയാണ് പ്രിയച്ചാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്. മുതൽ പാറമുള്ള കുടുംബാംഗമാണ് പ്രിയച്ചാൻ. എൻ്റെ പിതാവും ആത്മീയമായി വളരെ തൽപരനായിരുന്നു എന്ന പഴയകാല വൈദ്യുതി പാലസംഘ പ്രവർത്തകർക്ക് അറിയാം. മാത്രമല്ല എബനേസർ സമിതിയിലെ ഒരു അംഗം കൂടെയായിരുന്നു ഈ കുടുംബം. കൂടാതെ വ്യക്തിപരമായ കുറെ കുടുംബമായിട്ട് അടുക്കുവാനും കാരണമുണ്ട്. ചാർലി മകനോടും ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്, സന്ദർശനം പഠിച്ചവരാണ്. ആ സ്നേഹബന്ധം ഇന്ന് നിലനിൽക്കുന്നു. അതുകൊണ്ട് സമിതിയുടെ ദുഃഖം പ്രാർത്ഥന നിങ്ങളോടുകൂടെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. മാത്രമല്ല ഇവിടെ പല കർത്താവദാസന്മാരും ഓർപ്പിച്ചതുപോലെ സുവിശേഷം വാർഷികത്തിൻ്റെ ജനറൽ ട്രഷററായിരുന്നു പ്രിയച്ചാൻ. 1977 ബാലസംഘം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് വളരെ ഉത്സാഹത്തോടുകൂടെ താല്പര്യത്തോടുകൂടെ അത് മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിയാണ് പ്രിയച്ചാൻ. തൻ്റെ പല സഹപ്രവർത്തകരും ഈ ദിവസങ്ങളിൽ വിളിക്കുകയുണ്ടായി. സുവിശേഷ ബാലസംഘത്തിൻ്റെ ജനറൽ പ്രസിഡന്റായിരിക്കുന്ന സുവിശേഷകൻ എബ്രഹാം തോമസ് കൊച്ചി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുശോചനം ഈ സമയത്ത് ഞാൻ അർപ്പിക്കുകയാണ്. സുവിശേഷ ബാലസംഘം ജനറലിലെ പല പ്രവർത്തകരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതിന് വേണ്ടി പങ്കുവഹിക്കുന്ന എന്നെ സുവിശേഷ ബാലസംഘത്തിൻ്റെ പ്രത്യേകമായ ദുഃഖം അറിയിക്കുവാനായി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യവും കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. ഓരോ ദിവസങ്ങളിലും സർവാശ്വാസപൂർവമായ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് മാമയും കുഞ്ഞുങ്ങളെ, അവരുടെ കുടുംബങ്ങളെ, കൊച്ചുമക്കളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കും. കർത്താവ് എന്നെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ളവരെല്ലാം കുടുംബാംഗങ്ങളാണ്. വിശേഷ സഹോദരി ഭവനോട് ബന്ധപ്പെട്ട് എൻ്റെ വാർത്തക സഹോദരി ജോയിസ് ഇവിടെ വന്നിട്ടുണ്ട്. സിസ്റ്ററാണ്. അതുപോലെ കാനഡയിൽ നിന്ന് സഞ്ചരിച്ച് ഗ്ലോബൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇരുവരും പറയാൻ സാധിക്കുന്നുണ്ട്. അവർ ദീർഘമായി സംസാരിക്കുകയില്ല. അത് മാത്രമല്ല, കോട്ടയത്ത് നിന്ന് കുടുംബത്തെ ഉദ്ഘാടനം ചെയ്ത് ചോദിക്കാനുണ്ട്. ഫാമിലിയെ ഉദ്ഘാടനം ചെയ്ത് ബെജി ജോർജുണ്ട്. അതുപോലെ സിഒ ആന്റണി ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ മിനിറ്റുകൾക്കുള്ളിൽ നടത്തേണ്ട കാര്യങ്ങളാണ്. ക്ലാസ്സിൽ നോക്കിയപ്പോൾ ഏതാണ്ട് 11:30 അതിനുശേഷം കർത്താവിന്റെ പെട്ടെന്ന് വചന ശുശ്രൂഷ ചെയ്യുന്നതായിക്കൊണ്ട് അറിയാം. നമുക്കെല്ലാം ക്രമീകരിച്ച് നിർവഹിക്കാൻ കർത്താവ് ബലം തരട്ടെ. പരമാവധി സമയം നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും സമയം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ദയവായി കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ സഹോദരി ഭവനെ കുടുംബത്തെ ഉദ്ഘാടനം ചെയ്യുന്ന മിസ്റ്റർ ജോയ്സ് എന്ന വാക്കുകൾ നമ്മളോട് സംസാരിക്കും.
കർത്താവ് ദാസീകരായ ക്ഷണം. അമ്മമാരെ പോലെ കരുതണം എന്നൊരു വചനം പറഞ്ഞിരിക്കുന്ന ആ നിലയിലുള്ള ഒരു ബഹുമാനം ആ
സ്നേഹം കാഴ്ചകളുമായിരിക്കുമ്പോൾ ചില നിമിഷങ്ങൾക്കുള്ളിൽ കടന്നുപോയി എന്ന് കേട്ടു. അത് വളരെയധികം സുഖമായിരുന്നെങ്കിൽ കർത്താവിനെ സന്തോഷിക്കുവാനും സമാധാനിക്കുവാനും കഷ്ടപ്പെടുവാനും കഷ്ടതകളെ നാളുകളെ അവസാനിപ്പിച്ചു വേദനയില്ലാത്ത ദുഃഖമില്ലാത്ത കണ്ണുനീരില്ലാത്ത രാജ്യത്തോടെ തന്നെ കൊണ്ടുപോയി. എന്നാൽ എൻ്റെ സഹോദരിക്കും കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും വേദനാജനകമായ ഒരവസ്ഥയാണ്. ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന പ്രത്യാസം നൽകുന്ന പരിചയനായകത്തെയും ജീവിക്കുന്നതുകൊണ്ട് അവനുള്ള വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ പ്രത്യേകങ്ങളെ ആശ്വസിപ്പിക്കും. വരും ദിവസങ്ങൾ ആ ആശ്വാസത്താൽ ഇടപെടുവാൻ കടന്നു പോകുന്ന അവിടെ ഇടപെടുന്നത് മറ്റാരെക്കൊണ്ടും സാധ്യമല്ല. ദൈവം അതിനോടെല്ലാവരും തന്റെ വന്നതായി നോക്ക് അവരുടെ ആശ്വസിക്കുന്നു. നിങ്ങൾക്കുള്ള വ്യത്യാസമുള്ള കുഞ്ഞുങ്ങളോട് നിങ്ങളുടെ പ്രത്യേകമായ ആശംസകളും സമാധാനം വാക്കുകളും ആശംസകളും തരുവാണ്. Another sister of Mary, I will go on for 10 years. എനിക്ക് അമ്മയായിട്ട് തന്നെയാണ് വെല്ലുവിളിക്കുന്നത്. ചേട്ടത്തിനാണ് ഭർത്താക്കന്മാരെ ഭർത്തൻ്റെ സ്ഥാനത്ത് കണ്ടിരുന്നു. എനിക്ക് ആ കൂടെ 6 ചേട്ടന്മാരുള്ള അഞ്ചാമത്തെ ചേട്ടനാണ് ജയിച്ചാൽ. 2 ദൈവമാരായിരുന്നു വന്നിരിക്കുന്നത്. ഏറ്റവും മൂത്ത ചേട്ടൻ ജയിച്ചാനായിരുന്നു. ഇതിൽ ജയിച്ചാൽ 2 ജയിച്ചാണ് ഇവിടെ എനിക്ക് എല്ലാവരും പറയുവാൻ ചേട്ടന്മാർക്ക് വരുന്നുണ്ട്. 3 ലക്ഷം 8 ലക്ഷം വരുന്നുണ്ട്. പപ്പ തന്നെ വിളിച്ചിട്ടുള്ളത് പപ്പായി നടന്നുപോയി ജയിച്ചാലും ഇന്ന് ഞങ്ങളൊക്കെ എല്ലാവരും പറയാം. എനിക്കൊട്ട് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇന്ന് ഞങ്ങൾ 5 ഫാമിലി കാണ്ടായിലുള്ള 5 ഫാമിലിയെ റെപ്രസെൻറ്റ് ചെയ്ത് എനിക്ക് മാത്രം എത്തുവാൻ സാധിച്ചു. മറ്റുള്ളവർക്കെല്ലാം ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോ നിമിഷം വിളിച്ചുകൊണ്ടാണ് ഇരുന്നത്. ജയിച്ചാൻ്റെ ആദ്യത്തെ കല്യാണ വാർത്ത എനിക്ക് തോന്നുമ്പോൾ ഞാനായിരിക്കും ആദ്യം അറിഞ്ഞതിനാണ് തോന്നൽ. കാരണം ജയിച്ചാൻ സുഖമില്ലായെന്ന് പറഞ്ഞ് വിളിച്ച് നിർത്തി ഉടനെ തന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് ജാമ്യമാനെ കിട്ടി. ജാമ്യമാൻ ആഴ്ചയിൽ വരെ വന്ന ഉടനെ ആ ഫോണിൻ്റെ എടുത്തപ്പോൾ മമ്മി ആൻറ്റി ഡാഡി കടന്നുപോയി ആദ്യം കേട്ട വാക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും ഞാനായിരിക്കും നിരീക്ഷിക്കാൻ പറ്റും. എനിക്ക് സൈക്കിളോട് ഒപ്പം കരിയല്ലാതെ ഇതൊന്നും സാധിക്കില്ല. എൻ്റെ മൂത്ത എൻ്റെ 2ാമത്തെ മകള് ആ സമയത്തിനോട് ഡെലിവറി വീട്ടിലായിരുന്നു. ഞാൻ അമേരിക്കയിലായിരുന്നു. അത് ആ നിമിഷം തന്നെ മോളെ ക്യാമ്പായി പറഞ്ഞുവിട്ടു. ക്യാമ്പായി നേരെ വെളുക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ അമേരിക്ക വന്ന് അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറാനാണ് സാധ്യത. കാരണം എനിക്ക് ഒരു വിധത്തിലും അവിടെ നിന്ന് ഫ്ലൈറ്റ് നേരിട്ട് ഗൾഫിലോട്ട് ഫ്ലൈറ്റ് കിട്ടാത്തൊരു സന്ദർഭമായിരുന്നു. കാരണം അവിടെയുള്ള സമയമായതുകൊണ്ട് ഞാൻ ഒരു വിധത്തിലും വരാൻ സാധിക്കില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ബീച്ചനെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. അച്ഛൻ വന്നോന്ന് നോക്കി. പക്ഷേ ടിക്കറ്റിൻ്റെ പ്രയാസം കൊണ്ട് ബീച്ചാനും വരുവാൻ സാധിച്ചില്ല. എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ അവിടെയുള്ള സഹോദരങ്ങളെയും എല്ലാവരെയും അനുശോചനം ഞാൻ സമയത്ത് അറിയിക്കുകയാണ്. ബീച്ചാൻ നിങ്ങൾക്ക് നഷ്ടമായി. മേലുകാമ എനിക്ക് പറയുവാൻ സാധിക്കും. മേലുകാമയെക്കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് 2 സമയത്ത് എൻ്റെ 2 സന്ദർഭങ്ങളൊരു പെണ്ണിന് അമ്മയുടെ സ്ഥാനം ആവശ്യമായ 2 സന്ദർഭങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ 2 സന്ദർഭങ്ങൾ എനിക്ക് ഇത്രയും സഹോദരങ്ങൾ ചേർക്കുന്നവരുണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ അമ്മമാരെക്കാൾ ഏറ്റവും എൻ്റെ അമ്മയെക്കാട്ട് കൂടുതൽ സഹോദരങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും അതുപോലെ രാമച്ചെന്നെ വളർത്തി ചെയ്ത് കൊടുത്തത്. എന്നാൽ എനിക്ക് 2 സന്ദർഭങ്ങളിൽ എന്നെ 2 സമയങ്ങളിൽ എൻ്റെ ആവശ്യം നിറവേറ്റാൻ സാധിച്ചത് വീടുമായിട്ടാണ്. ആ കൂടുതൽ ബന്ധം എനിക്ക് അമ്മമാരുടെ കൂടുതലുണ്ട്. അതിലേറെ കാരണം സഹോദരൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഉപയോഗിച്ചാൽ കല്യാണം കഴിക്കുന്നത്. ആ സമയം മുതൽ ഉപയോഗിച്ചാൽ ഒരു ചേട്ടനായിട്ടോ ഒരാങ്ങളായിട്ടോ ഏത് കാര്യത്തിലും എനിക്ക് അടിയിടാനും വഴക്കുണ്ടാക്കുവാനും കാര്യങ്ങൾ സാധിച്ചു തരാനും എനിക്ക് എന്ത് ആവശ്യങ്ങൾക്കും എനിക്ക് ഏത് ആവശ്യം എൻ്റെ വിവാഹം വരെയും എൻ്റെ എന്ത് ആവശ്യങ്ങൾ നിർബന്ധങ്ങൾ സാധിക്കുവാൻ ആ ഫാമിലി എനിക്ക് ഒരുക്കമായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ എൻ്റെ
പലപ്പോഴും കേട്ടുള്ള വാക്കുകൾ അവരുടെ പേരുകളായിരുന്നു. അത് കാരണം മമ്മി പോയേ പറ്റത്തുള്ളൂ, ഞങ്ങൾ എങ്ങനെയെങ്കിലും കാര്യം നോക്കണം, മമ്മി പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അധികം നിർബന്ധിച്ച് മക്കളെന്നെ വിടാൻ എനിക്ക് സാഹചര്യം ഒരുക്കി തന്നു. എൻ്റെ ഭർത്താവ് അതുപോലെ എനിക്ക് അച്ഛൻ വരാനൊക്കെ നീയിൽ പോയുള്ളതെന്ന് പറഞ്ഞ സഹോദരങ്ങൾ അതുപോലെ തന്നെ എനിക്ക് അത്രമാത്രം ഇതായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ടിക്കറ്റ് കിട്ടുവാനും വരുവാനും ഈ സന്ദർഭം എനിക്ക് ഉണ്ടായിരിക്കണം എൻ്റെ മനസ്സിനകത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എനിക്ക് വരുവാൻ സാധിച്ചത് ഒരുപാട് സമയം ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ എനിക്ക് പറയാൻ സന്ദർഭം ഇല്ലാത്ത കാരണത്താൽ ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ എൻ്റെ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ മുമ്പേ അമ്മ പറഞ്ഞ ഞാൻ 9 മക്കളുടെ 7ാമത്തെ മകളാണ് അമ്മ. കാരണം പലവിധമായ പ്രയാസങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം അമ്മയ്ക്ക് ദുഃഖങ്ങളോ പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആരോടും പറയാതെ ആ ദുഃഖങ്ങളൊക്കെ അകറ്റുവാൻ അതൊക്കെ മണത്തി കഴിച്ചു കുടിച്ച് നിന്നുകൊണ്ട് തിരിച്ചുകൊണ്ട് നിൽക്കുവാനുള്ള കൃപ അവർക്ക് ഞാൻ പലപ്പോഴും അവരെ രണ്ടിനെ കളിയാക്കിക്കൊണ്ടിരിക്കുവാനുള്ള അവകാശങ്ങളാണ് ഞങ്ങൾ വിളിച്ചുകൊടുക്കുന്നത്. അന്ന് കല്യാണം കഴിഞ്ഞ സന്ദർഭങ്ങളിൽ 2 പേരും ബൈക്കിനകത്ത് വീട് വരുമ്പോൾ ഞങ്ങൾ നാട്ടുകാരുടെയും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമായിരുന്നു അവകാശം വരുന്നുണ്ടെന്ന്. പിന്നെ കോട്ടയത്ത് ഞാൻ കുറച്ച് നാൾ ഞാനും അച്ഛനും മാണിച്ചാനും കുറച്ച് നാൾ കോട്ടയം ഉണ്ടായിരുന്ന സന്ദർഭങ്ങളിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കി പറയും. കാരണം അവരുടെ ജയിച്ചാൽ അതുപോലത്തെ കാരണം ആ രീതിയിലായിരുന്നു. കാരണം ഇവർ 2 പേരും അവരെ ജയിച്ചാനെ അറിയാത്ത ഫ്രണ്ട്സ് ആരുമില്ല, മിക്കവാറും എല്ലാവരും ജയിച്ചാനെ അറിയാം. കാരണം അത്രമാത്രം ആ രീതിയിലുള്ള ബന്ധം എനിക്ക് കൂടുതലായിട്ട് നേരിട്ട് അവിടെ ജയിച്ചാനോട് എനിക്ക് കുറച്ച് സമ്മതമുണ്ട്. ആ കുടുംബത്തെ ഓർക്കുമ്പോൾ തീരാത്ത ദുഃഖം, നമ്മളുടെ വേദന, മക്കളുടെ വേദന എത്രമാത്രം ഇനി അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത വേദനയാണ്. അതിനാൽ എല്ലാ ദൈവങ്ങളും അവർക്ക് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ കയ്യിലും പിന്നെ ഇവിടെ കടന്നു വരാൻ കഴിയാത്ത ഞങ്ങളുടെ ഏറ്റവും വളരെ നേരെ മോട്ടിവേഷനുണ്ട്. കാരണം അമ്മമ്മയും ഞാൻ അനിയത്തിമാരുടെ കഥയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ 2 പേരും വീഴ്ചയെടുക്കൽ അത്രമാത്രം ഞങ്ങൾ അത്രമാത്രം സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾ പറയുമായിരുന്ന എല്ലാ കാര്യങ്ങളും. കാരണം ഞങ്ങൾ ഒരു ബ്രദറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭാഗങ്ങളെടുത്ത് പറയാൻ പല കാര്യങ്ങൾ പറയാനുള്ളാത്ത കാര്യം ഈ ചേട്ടനെ വിളിച്ചത് പറഞ്ഞാണ് ഞാൻ വെച്ചുമായി കാര്യം സാധിച്ചു കൊടുക്കുന്നത്. കാരണം അങ്ങനെ ഞങ്ങൾ ഒത്തിരി ഞങ്ങളുടെ ചേട്ടൻ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുണ്ട്. ഞങ്ങളെ സ്നേഹിക്കുക എല്ലാം ചെയ്ത് വെച്ചാൽ ഓർക്കുന്നത് എനിക്ക് മക്കളെ ഓർക്കുന്നത് 19 പേര് എനിക്കുണ്ട്. എല്ലാവരും അനേക മണിക്കൂറുകൾ പറയുവാനുള്ള ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ട്. സമയം വളരെ കുറവായതുകൊണ്ട് ഇതിലേക്ക് വരാൻ നിർബന്ധിതനായതാണ്. ശ്രീ അർഷിയോ ആന്റണി കുട്ടിയുടെ സിസ്റ്ററിന്റെ മകൾ ആനി വിവാഹം ചെയ്ത ആളാണ്. ജോഷാന്റെ മകൾ ആനിയുടെ ഭർത്താവാണ്. അദ്ദേഹത്തിന് വരുവാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ലീവ് കിട്ടുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സുദീർഘമായ ഒരു കത്ത് താൻ അയച്ചിട്ടുണ്ട്. read all the portions of the letter today. കണ്ടന്റ് മാത്രം പറയാം. ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്ന കാലം മുതൽ തുടർന്ന് ഗോപി ഭവനങ്ങൾ പാർത്ത സമയം മുതൽ കുട്ടിയുടെ സ്നേഹ പരിപാലനം അവർക്ക് അനുഭവിക്കാൻ ഇടയായി. ഷാർജ അസംബ്ലിയുടെയും അതുപോലെ തന്നെ അജ്മൻ അസംബ്ലിയുടെയും ദുഃഖം ഈ കത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. പ്രിയ ആന്റണിയുടെ കത്ത് ദീർഘമായ കത്തായതുകൊണ്ട് മൊത്തം ഞാൻ വായിക്കുന്നില്ല. വളരെ ഹൃദയസ്പർശിയായ വാക്കുകൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദാസനെ ദൈവം ആദരിക്കട്ടെ. ഇനി 2 പേരിലൂടെ അനുസ്മരണം പറയുവാനുണ്ട്. 2 പേരിലൂടെ 2 മിനിറ്റ് അനുവദിക്കുവാൻ സാധ്യതയുള്ളൂ. അതിനപ്പുറം പോകാൻ കഴിയില്ല. ഒന്നാം കോട്ടയത്ത് നിന്ന് പ്രിയ ജോയിച്ച് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് അദ്ദേഹം അനുസ്മരണം പറയുന്നതിന് ശേഷം പ്രിയ രജി ജോർജ് ഫാമിലിയെ പ്രതിനിധാനം ചെയ്ത് 1 മിനിറ്റ് അനുസ്മരണം പറയും. അതോടുകൂടി അനുസ്മരണം അവസാനിക്കുകയാണ്. തുടർന്ന് 10 നിമിഷം ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുകയും 12 കാലോടുകൂടി പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ചോദിച്ചാനെയും അതുപോലെ രജി ജോർജിനെയും ക്ഷണിക്കും.
ദൈവനാമത്തിലെ മഹത്വമുണ്ടാകട്ടെ. പ്രിയ വേദിയെടുത്ത് അനേക കാര്യങ്ങൾ ഓർക്കുവാനും പറയുവാനുമുണ്ട്. അതിനുള്ള സന്ദർഭം സമയമില്ലല്ലോ. ഇവിടെ പലരും ഓർപ്പിച്ചതുപോലെ 1964 ഞാൻ ബാല സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് സെലക്ട് ചെയ്തതിൻ്റെ ശേഷം ദേവിയുമായിട്ട് ബാലസംഘത്തോടുള്ള ബന്ധത്തിൽ പ്രവർത്തിപ്പാനൊക്കെ ഇടയായിരുന്നു. അതിൻ്റെ ശേഷം 1971 ആ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുവാനും അങ്ങനെ ഭൗതികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുവാനും ഇടയായിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഒരു അണിയൻ എന്നെ ഇതുവരെയും വിളിച്ചിട്ടില്ല. പിന്നെയോ അച്ഛനല്ലാതെ ഇന്നുവരെയും എന്നെ വിളിച്ചിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എൻ്റെ മൂത്ത ബ്രദറും ഞങ്ങളുടെ കുടുംബമായിട്ട് വിശ്വരി ഹോസ്പിറ്റലിൽ പോയി കാണുമ്പോൾ വളരെ സുസ്നേഹപരമായിട്ട് യാതൊരുമായിട്ടുള്ള വേദനയും ഇല്ല എന്ന് പറഞ്ഞതായിട്ടുള്ള ദേവിയെ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി പ്രാർത്ഥിച്ചാണ് പിന്നെ തിരിഞ്ഞതെന്നാൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദൈവം തക്ക സമയത്ത് കാര്യങ്ങളെ ക്രമീകരിക്കുന്നതിനാണ് ദൈവത്തിൻ്റെ ഹിതം. നമുക്ക് ചോദിക്കുവാനായിട്ടോ ചെയ്യുവാനായിട്ടോ നമുക്ക് അർഹതയില്ലല്ലോ. നാം ദൈവമക്കളാണത്. ഇനിയും ഈ പ്രിയപ്പെട്ടവനെ നമുക്ക് കാണാനുള്ള വലിയ പ്രത്യാശ നമുക്ക് തന്നിരിക്കുകയാണ്. ആ നല്ല സമയത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ ദേവിക്ക് 3 സിസ്റ്റേഴ്സാണുള്ളത്. ആ 3 സിസ്റ്റേഴ്സിനെയും പ്രതികരിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദുഃഖം ഈ സമയത്ത് അവർ ദേവിയുടെ മക്കളോടും പ്രത്യേകമായ വേദിയോടും അറിയിക്കുകയാണ്. സർവ്വദുർബലമായ ദൈവം അവർക്ക് ആശ്വാസത്തെ കൊടുക്കട്ടെ. അവൻ്റെ പുണ്യനാമം മഹത്വപ്പെടുന്നതാണ്. അടുത്തുണ്ടായിരുന്നത് ജ്യേഷ്ഠത്തിൽ മിക്കവാറും എല്ലാ ആഴ്ചകളിലും അവർ രണ്ടുപേർക്ക് നമുക്ക് വരാറുണ്ടായിരുന്നു. അന്ന് തുടങ്ങിയ ബന്ധം അവിടെ ചുരുക്കി പറഞ്ഞാൽ അവർക്ക് 3 മക്കളുണ്ട്. ആ 3 മക്കളിൽ അതിനപ്പുറമായിട്ട് അവരുടെ മൂത്ത മകനെന്ന നിലയിൽ ആ ഒരു സ്ഥാനത്ത് എന്നെ കാണുകയും അതേപോലെ ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ടായിരുന്നു.
കുടുംബകാര്യങ്ങൾ, ബിസിനസ് കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ ഒക്കെ ഞാനുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. എപ്പോഴും പലപ്പോഴും പല കാര്യങ്ങൾ സംസാരിക്കും, പല കാര്യങ്ങൾ അറിയും. ആ നിലയിലൊരു ബന്ധം വരികയായിരുന്നു. ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള കഴിയുന്നുള്ളൂ. എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിട്ടുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ പലപ്പോഴും ഞാൻ ചില സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അല്പം ദേഷ്യപ്പെട്ട് സംസാരിച്ചൊരു സമയം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ചോദിക്കുകയെങ്കിൽ ഈ അധ്വാനം നിർത്തിപ്പോയാൽ വളരെ അധ്വാനശീലനായിരുന്ന ആ ഒരു അധ്വാനശീലം ചെറുപ്പകാലം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പണ്ടാത്ത ചെലവുള്ള ചെറുപ്പകാലം മുതൽ കുടുംബത്തിൽ കൊടുക്കുന്നതിന് വളരെ അധ്വാനിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഓരോ കളികളിലും അതിലൊക്കെ എൻ്റെ കൂടെ കൈ ചെന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ അധ്വാനം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ എന്ന് ഞാൻ പലപ്പോഴും ചോദിച്ച് ഞാൻ ദേഷ്യപ്പെട്ട സമയത്ത് ഉണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ മക്കളെ ഇത്ര കരുതുന്ന ഒരു പിതാവ് പറയാതിരിക്കാൻ വളരെയേറെ മക്കളെ കരുതുന്ന അവരുടെ ഏത് ആവശ്യങ്ങളിലും അവർക്ക് പ്രോത്സാഹനമായിട്ട് അവരോടുകൂടെ എപ്പോഴും ഇത്രത്തോളം അവർക്ക് വേണ്ടി അധ്വാനിക്കുവാൻ വളരെയേറെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊരു വിശ്വാസം ദൈവം ഒരുക്കി. അതേക്കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. ദൈവം കൃപ നൽകട്ടെ. പല കാര്യങ്ങൾ മക്കളുള്ള കാര്യത്തിൽ പല കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. ഒരു കൂട്ടം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്, പല കാര്യങ്ങൾ പറയാറുണ്ട്, പലതും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ആ ഒരു ബന്ധത്തിൽ തുടരുവാൻ ആ ഒരു ഇതിലേക്ക് കൃപ ചെയ്ത് പോവുകയാണ്. ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. പ്രിയ അമ്മാമയെ അതുപോലെ അടിമകളെ ഒരു ദിവസങ്ങളിൽ ഞങ്ങളൊക്കെ അവരുടെ ആശ്വാസം സമാധാനം വന്ന് ആശ്വസിപ്പിക്കാനല്ലാതെ അവരെ ആശ്വസിക്കുന്നു. അതിനകത്ത് പറയാറില്ല. ദൈവത്തെ ഈ ഞാൻ പോരാട്ടം പറഞ്ഞ് ആഗ്രഹിക്കുന്നില്ല. വാഴ്ത്തപ്പെടട്ടെ. അനുസ്മരണകൾ ഇവിടെ അവസാനിക്കുന്നു. ഒരു പാട്ടിൻ്റെ ഒരു ചരണം പാടി വചന ശുശ്രൂഷ നാം കേൾക്കുവാൻ പോവുകയാണ്. പ്രധാനദാസൻ സജീവ് വർഗീസ് അദ്ദേഹം വളരെ നന്നായി ഏത് കാര്യവും ഷോർട്ട് ആൻഡ് സ്വീറ്റായി അവതരിപ്പിക്കുവാൻ ഒരു പ്രാതിനിധ്യം കൊണ്ടുവരുന്നതാണ്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ദൈവവചനം കേൾക്കാം. പറഞ്ഞ സമയത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം അവസാനിക്കും. ദയവായി എല്ലാവരും സഹകരിക്കണമെന്ന് സാധനങ്ങളാണെന്ന് അപേക്ഷിക്കും. Thank you.
ദൈവനാമം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ വീട്ടിൽ പത്രസംഗീതയിൽ മാറ്റപ്പെട്ടിരിക്കുന്ന ഈ പ്രിയ ദൈവചാനങ്ങളുള്ള ബന്ധത്തിൽ ഇവിടെ നാം ആവർത്തിച്ചു കേട്ടതുപോലെ കൃത്യമായ അനുഭവങ്ങൾ തന്നെയാണ് അനുസ്മരണയായി എനിക്കും പറയുവാനായിട്ടുള്ളത്. എന്നാൽ അതിനുള്ള സമയവും ഇല്ല എന്ന് നമുക്കറിയാം. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പെട്ടെന്ന് സഭയിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ കടന്നു വന്നപ്പോൾ അന്ന് രാത്രി തന്നെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ മടങ്ങി പോകേണ്ടതുണ്ടായിരുന്നു. എന്നാൽ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായ മഴ. അതുകൊണ്ട് 1 മണിക്കൂറോളം അവിടെ കാത്തുനിന്ന ശേഷമാണ് എനിക്ക് മടങ്ങി പോകാനായിട്ട് സാധിച്ചത്. ആ സമയത്ത് പ്രിയ വേദിച്ചാനും ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് എൻ്റെ അരികിൽ കടന്നു വന്ന് എന്നോട് ഇങ്ങനെ ഒരു വാചകം പറയുന്നു. 1.5 മണിക്കൂറോളം ഞങ്ങൾ തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ മഴ പെയ്തുകൊണ്ട് നമുക്കൊരല്പസമയം ഇരുന്ന് വർത്തമാനം പറയാനായിട്ട് ലഭിച്ചല്ലോ എന്ന്. ഞാനന്ന് അവിടെ എടുത്ത ആ വിഷയത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാണ് ഞങ്ങൾ തമ്മിൽ അന്ന് അവിടെ നടത്തിയത്. ഈ പ്രിയ വിഷയവുമായിട്ടും ആ കുടുംബമായിട്ടും എൻ്റെ അമ്മാച്ചൻ അനുസ്മരണം പറയുന്ന സഹോദരൻ ഐക്മാത്യു, ആ അദ്ദേഹത്തിൻ്റെ പിതാവ് യോഗിച്ചായി, ആ കുടുംബവുമായിട്ട് ഇവർക്കുള്ള ഏറ്റവും അടുത്ത ബന്ധമാണ് ഈ പ്രിയപ്പെട്ടവരുമായിട്ട് എനിക്കും പരിചയപ്പെടുവാനും പിന്നീട് ആത്മീയ സൗഹൃദമായി തുടരുവാനും കഴിഞ്ഞ നാളുകൾ ഇടയായത്. പ്രിയമക്കളായ ചാർലിയോടും പ്രമുഖനോടും ആ നിലയിൽ തന്നെ കൃത്യമായ സൗഹൃദ ബന്ധത്തിൽ നിലനിൽക്കുവാനും ദൈവം ശക്തിയാക്കി. ഞാൻ അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പുലമൺ സഭയിലെ സുവിശേഷകനായിരുന്ന കർത്തദാസൻ സിജി വർഗീസ്, അദ്ദേഹത്തെ പുലമൺ സഭയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഞാനാണ്. ചില ആളുകൾ അദ്ദേഹത്തിലൂടെ വീക്ഷണകൊണ്ടാണ് ആ നിലയിൽ ബന്ധപ്പെടുത്തി കൊടുത്തത്. ചില ആളുകളുടെ ശുശ്രൂഷയിൽ തുടർന്നു. പിന്നീട് അദ്ദേഹം തനിക്ക് ലഭിച്ച പ്രത്യേകമായ വിളിയനുസരിച്ച് വിശ്വനാളിലേക്ക് കടന്നുപോവുകയും നമ്മുടെ ദുർഗാപൂരിൽ കർത്താവിൻ്റെ വേല തുടരുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം സിജി വിളിച്ചിരുന്നു. 2 ആഴ്ച മുമ്പാണ് അദ്ദേഹം നാട്ടിൽ വന്ന് മടങ്ങിപ്പോയത്. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് കടന്നു വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. തൻ്റെ പ്രത്യേകമായ ദുഃഖവും അനുശോചനവും കുടുംബാംഗങ്ങളെ അറിയിക്കുവാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതും ഞാൻ പരസ്യമായിട്ട് അറിയിക്കുന്നു. ദൈവത്തിന് ശുശ്രൂഷിക്കുന്ന സമയം കഴിയും എന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. പറഞ്ഞ സമയങ്ങളൊക്കെ മുൻപോട്ട് പോയി. എന്നാൽ എന്നോട് രഹസ്യമായിട്ട് ഒരല്പസമയം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ സമയത്തിന് മുൻപ് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. ആ സമയം വരെ പോലും എടുക്കാതെ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു. ഒരു വാക്യം, സങ്കീർത്തനം 8-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം